രക്ഷിച്ചു. അയ്യോ കുട്ടി. അതെന്താ പേപ്പർ ചുരുളോ? Night flower. ഇതിന്റെ എന്തൊക്കെ ഊരിത്തെറിച്ചിട്ടുണ്ട് ചേച്ചി. അതിന് പഴയ പോലെ ആവാൻ ചാൻസ് ഇല്ല. ഇനി ഇത് പൊട്ടിച്ചതിന് ആ ചേത്താൻ ക്യാറ്റ്കസ് വന്നിട്ട് നമ്മളെന്തെങ്കിലും ചെയ്യുമെന്ന് എന്റെ പേടി. അതാലോചിച്ച് പേടിക്കണ്ട, എന്തായാലും ചെയ്തിരിക്കും. മാമൻ എന്താ നോക്കുന്നേ? കൊറേ നേരം ആയല്ലോ. ഞാൻ ഇതിന് എഴുതിയിട്ടുള്ള ആ എസ്റ്റേറ്റ് ഏതാ നോക്കിയത്. ഓ, എന്നിട്ട് മനസ്സിലായോ ഏതാ എസ്റ്റേറ്റ് എന്ന്? ഈ പേരിലൊരു എസ്റ്റേറ്റ് ഈ നിലമ്പൂർ ഭാഗത്ത് എവിടെ ഇല്ല. ഞാനും ഈ പേര് എവിടെയും കേട്ടിട്ടില്ല. എനിക്ക് പക്ഷേ ഈ പേര് എവിടെയോ കേട്ട പോലെ കുറെ നേരമായിട്ട് മനസ്സിൽ കിടന്ന് കളിക്കുന്നു. പക്ഷെ എവിടെയാന്നൊരു പിടിയില്ല. ഏതാ? നൈറ്റ് ഫ്ലവർ ആണോ? അല്ലല്ല, ആ എസ്റ്റേറ്റിന്റെ പേര് GKM. ഏയ്, നമ്മുടെ ഏരിയയിലൊന്നും ആ പേരിൽ എസ്റ്റേറ്റ് ഇല്ല. എസ്റ്റേറ്റ് അല്ല, ഒന്നുമില്ല. ചിലപ്പോ എന്റെ തോന്നല് മാത്രമായിരിക്കും. അങ്ങനെ തന്നെ ആവും. എന്നാലും അമ്മ ഒന്ന് ശരിക്കും ആലോചിച്ചു. എന്തെങ്കിലും ഓർമ്മ വന്നല്ലോ. അല്ല, അങ്ങനെ ഓർമ്മ വന്നിട്ടുണ്ടല്ലോ. അമ്മേനും പണ്ടത്തെ വീടിന്റെ അടുത്ത് ഇതേപോലെ പേരുള്ള ഒരു എസ്റ്റേറ്റ് ഇല്ലായിരുന്നു? അത് KPM എസ്റ്റേറ്റ്, ഇത് GKM. അത് ഞാൻ നേരത്തെ ഓർത്തതാ. ആ, ഞാൻ പറഞ്ഞു വന്നതല്ല. ആ എസ്റ്റേറ്റിൽ ഒരു മേസ്തിരി ഇല്ലായിരുന്നോ, പപ്പേന്റെ ഡാഡിന്റെ ഒരു ഫ്രണ്ട്? ആ, ഗംഗാധരേട്ടൻ. പുള്ളിയോട് ചോദിച്ചാ എന്തെങ്കിലും ഒരു വിവരം കിട്ടൂലേ? അതിന് അങ്ങനെ ഒരു പേരോ എസ്റ്റേറ്റോ ഒന്നും നമ്മുടെ നാട്ടിൽ ഇല്ലാന്നല്ലേ പറഞ്ഞത്? യെസ്, അതില്ല. പക്ഷേ ഞാനൊന്ന് പുള്ളി പോയി കാണാം. കുന്തം പോയാൽ കുടത്തിന്റെ അപ്പുറം പ്രമാണം. എന്നാ ഒന്ന് പോയി കണ്ടേക്ക്. അതല്ല, എല്ലാം ഓക്കെ. പക്ഷെ എനിക്ക് ഒരു കാര്യം മാത്രം അത്ര കണ്ട് പിടുത്തം കിട്ടിയില്ല. എന്താ അത്? അല്ല, ഈ കുന്തം പോയി എന്ന് പറഞ്ഞില്ലേ, ഏത് കുന്താണത്? ആര് വാങ്ങി കുന്തം? ഞാൻ കണ്ടിട്ടില്ല ഇതിനു മുമ്പ്. ഞാൻ പറഞ്ഞുതരാം, ഞാൻ ചെവി കാണിച്ചേ. ചെവിയത്തിന് അല്ലാതെ പറഞ്ഞാൽ മതി. മനസ്സിലായല്ലോ? ഇപ്പൊ സംശയമൊന്നുമില്ലല്ലോ? ഇല്ല, ഒരു സംശയമില്ലോ. അയാളിപ്പോ എസ്റ്റേറ്റിൽ നിന്നൊക്കെ പോയിട്ട് കൊറേ കാലായി. ഇപ്പൊ ഏതോ ബാങ്കില് ഫീൽഡ് സ്റ്റാഫാന്ന് തോന്നുന്നു. ആ, പുതിയ ബാങ്ക് ആയതുകൊണ്ടേ ആൾക്കാരൊക്കെ നേരിട്ട് ഇന്ന് കണ്ടാലേ കാര്യങ്ങൾ നടക്കുള്ളൂ. ഇപ്പൊ വിളിച്ചാൽ അതല്ലേ? ആ, ശരി, ഓക്കെ. ബുദ്ധിമുട്ടായോ? ഒരു പ്രശ്നമില്ല. എനിക്ക് ഇവിടെ ഈ ഭാഗത്തെ ഒന്ന് രണ്ടാളെ കൂടെ കാണാണ്ട്, അതാ ഞാൻ ഇവിടെ വരാൻ പറ്റും. അത് സീനില്ല, അവിടെ അടുത്ത് തന്നെയല്ലേ. എന്താ കാണുന്നു പറഞ്ഞിരുന്നത്? ആ, അത് എങ്ങനെയാട്ടാ ഈ അഡ്രസ്സിലുള്ള എസ്റ്റേറ്റ് ഏതാണെന്ന് അറിയൂ? GKM എസ്റ്റേറ്റോ? ഇങ്ങനെ ഒരു പേര് ഞാൻ കേട്ടില്ല, എൻ്റെ അറിവില്ല. ഇപ്പോഴത്തെ അല്ല, പിന്നെ നിങ്ങളെ ചെറുപ്പത്തിൽ എപ്പോഴെങ്കിലും? ഇല്ല. ഞാൻ ആദ്യമായിട്ട് ജോലിക്ക് കയറി KPM.
ഇപ്പം 3 വർഷമായി അവിടെ നിന്ന് ഇറങ്ങിയിട്ട്. ഓ ആണല്ലേ. ഞാനെന്നാലേ പോട്ടെ, എനിക്ക് ആ 2 ആളെ കൂടെ കണ്ടു വേണം ബാങ്കിൽ കയറാൻ. അപ്പൊ ശരി, താങ്ക്സ്. ഒരു മിനിറ്റ്, നിങ്ങളെന്താ KPM ജോലി പറ്റിയ കാരണം? അത് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല, പണി മതിയായിട്ട് ഇറങ്ങി പോകണ്ട. ഓ അത് ശരി, എന്നാ ശരി. ഹലോ, അർജുൻ അവനെത്തി. ആളെ കണ്ടോ? കണ്ടു, സംസാരിച്ചു. ഒന്ന് ഫോൺ വിളിച്ച് ചോദിക്കേണ്ട കാര്യം നേരിട്ട് പോയി ചോദിച്ച എന്തിനാന്ന് മാത്രമേ എനിക്ക് മനസ്സിലായില്ല. ഇങ്ങനെയുള്ള കാര്യങ്ങൾ നേരിട്ടാണ് നല്ലത്. ഫോൺ വിളിച്ചു ചോദിക്കുമ്പോ നമുക്ക് ആ മുഖഭാവം കാണാൻ പറ്റും. മുഖഭാവം? അതെന്തിനാ മുഖഭാവം കാണുന്നേ? എന്തെങ്കിലും കള്ളത്തിലുണ്ടെങ്കിൽ മനസ്സിലാക്കാം, അല്ലേ മാമ? അത് തന്നെ. അതിന് അയാളെ ഈ സ്റ്റോറിയിൽ ഇല്ലല്ലോ. ഇല്ല, പക്ഷെ എനിക്കെന്തോ അയാളെ നേരിട്ട് കാണാൻ തോന്നി. അല്ലല്ല, എന്റെ മനസ്സിൽ ആരോ തോന്നിപ്പിച്ചു. അങ്ങനൊരു തോന്നലായിരുന്നു ആ കാക്ടസ് പാവേ. ഞാൻ പറഞ്ഞില്ലേ, ഇതെല്ലാം ആരോ തോന്നിപ്പിക്കുന്നതാ. ഞാൻ ഇതിനൊക്കെ ഒരു നിമിത്താകണമെന്ന് ആരോ തീരുമാനിച്ചു. പിന്നെ തീരുമാനിക്കുന്നു, വെറുതെ ഇരുന്ന് തള്ളുക. അതൊക്കെ വിട്, നീ പോയി കണ്ടിട്ട് എന്തായി? ആ എസ്റ്റേറ്റിനെ പറ്റി വല്ല വിവരവും കിട്ടിയോ? ഇല്ല. ഇല്ലേ? ഷോ, അപ്പൊ ഇനി എന്ത് ചെയ്യും? ഒന്നും ചെയ്യാനില്ല, ചെയ്യാനുള്ള കാക്ടസ് ചെയ്തോളൂ. അയ്യോ, എനിക്ക് ആലോചിച്ചിട്ടാണ് ശരിയായിരുന്നു. എന്തെനിക്ക് വട്ടായോ? അതല്ല, മാമൻ ഭിത്തിയിൽ തൂങ്ങി കിടക്കണത് ഞാനൊന്ന് ഇമാജിനേഷൻ ചെയ്ത് നോക്കിയതാ. അയ്യോ, ആലോചിക്കാൻ വയ്യേ. മാമൻ നീ ചിരിക്കണ്ട, മാമൻ മാത്രല്ല നമ്മളെല്ലാരും ഉണ്ടാവും. അതറിയാം, പക്ഷെ എനിക്കൊരു തവണത്തെ പരിചയം ഉണ്ടല്ലോ. ഒന്നും മിണ്ടായിരിക്കടി, അല്ലെങ്കിൽ തന്നെ മനുഷ്യനോട് പേടിച്ചിരിക്കുകയാണ്. ഓക്കെ, ഞാൻ നിർത്തി. ഇനി എന്ത് ചെയ്യും അർജു? എടി, ഞാൻ അയാളെ അഡ്രസ് എഴുതി പേപ്പറും ചിത്രം കാണിച്ചപ്പോ അയാളെ മുഖത്ത് എന്തോ ഒരു ഭാവവ്യത്യാസം ഉണ്ടായി. പിന്നീട് അയാൾ കൂളായെങ്കിലും ആ ഭാവമാറ്റം എനിക്കെന്തോ ഒരു ഡൗട്ട് പോലെ. എന്ത് ഡൗട്ടാണ് മാമന് തോന്നിയത്? അയാൾക്ക് ആ അഡ്രസ്സിലുള്ള എസ്റ്റേറ്റിനെ പറ്റി എന്തോ അറിവുണ്ട്. അയാൾ എത്ര കാലമായിട്ട് പരിചയമാണ് അമ്മയ്ക്ക്? എനിക്കല്ല, പപ്പയ്ക്കാ പരിചയം. പപ്പയുടെ ഫാദറിന്റെ ഫ്രണ്ട് ആയിരുന്നു അയാള്. അപ്പൊ പപ്പേനോട് ചോദിച്ചാൽ കൂടുതൽ വിവരങ്ങൾ അറിയാം അല്ലേ? അതെ, പക്ഷെ ആ പേരിലുള്ള എസ്റ്റേറ്റ് ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല കേട്ടോ. അത് സാരല്ല, അയാളെ കുറിച്ച് കൂടുതൽ അറിയുമ്പോൾ ഈ അഡ്രസ്സിലേക്ക് എന്തെങ്കിലും വഴികൾ തെളിഞ്ഞു വരുന്നതാണ് എന്റെ മനസ്സ് പറയുന്നത്. എന്തായാലും ഇത് വല്ലാത്തൊരു കോയിൻസിഡൻസ് ആയി പോയി. വെറുതെ ആ അഡ്രസ്സിനെ കുറിച്ച് അന്വേഷിക്കാൻ പോയിട്ട് ആ ആള് തന്നെ ഇപ്പൊ സംശയത്തിന്റെ നിഴലിലായി. ഞാൻ ആ സംശയം ചോദിച്ചതുകൊണ്ട്. അപ്പോഴേക്ക് ആ ക്രെഡിറ്റും ചേച്ചെടുത്തു. അല്ലെങ്കിലും ക്രെഡിറ്റ് തട്ടിയെടുക്കാൻ ദേവചേച്ചിനെ കഴിഞ്ഞിട്ടേ ആളുള്ളൂ. എനിക്ക് ആരുടെ ഫ്രീ ക്രെഡിറ്റ് ഒന്നും വേണ്ട, ഉള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഒന്ന് വെറുതെ ഇരിടി, ചുമ്മാ കടന്ന് തർക്കിച്ചോളൂ. വിളിച്ചിട്ട് കിട്ടുന്നില്ലല്ലോ. റിംഗ് ഉണ്ട്, പക്ഷെ എടുക്കുന്നില്ല. വല്ല ഷൂട്ടിലും ആയിരിക്കും, തിരിച്ചു വിളിക്കും. അല്ലെങ്കിൽ നാളെ രാവിലെ വരുന്നുണ്ട്, അപ്പൊ ചോദിക്കാം. രാവിലെ വരെ ഭിത്തിയെ തൂങ്ങി കിടക്കണം കാര്യം ആലോചിക്കുമ്പോഴാ. എന്നാ ഞാൻ നാളെ രാവിലെ ആളെ വന്നിട്ട് തരാം. പോയിട്ട് കുറച്ച് പണിയുണ്ട്. മാമനവിടെ പോണം, ഇന്നവിടെ നിന്നാ മതി. അതെ, മാമനാണ് ഞങ്ങളുടെ ഒരു ശക്തി, അതുകൊണ്ട് മാമൻ പോണ്ട. അയ്യോ പോണം, കുറച്ച് അർജന്റാ. പേടിച്ചിട്ട് പോവാണെന്ന് അറിയാം മാമ, എന്തിനാന്നാണോ പറയണേ? പേടിയോ? എനിക്കോ?
ഫോൺ റിങ് ചെയ്തതാടാ. അതെനിക്കറിയാം, ഞാൻ നിങ്ങളൊന്ന് പേടിപ്പിച്ചതാ. അത് മനസ്സിലായി. ഹലോ, ഞാൻ പതാ 5 മിനിറ്റ് എന്താ വരുന്നു? അല്ല എന്നിട്ട് ഓക്കെ. അയ്യല്ല പോകണം. പോയി മാമ മുങ്ങി. നമുക്ക് എങ്ങോട്ടേലും മുങ്ങിയാലമ്മ, അല്ലെങ്കിൽ രാത്രി കാക്കസ് നമ്മളെ വെറുതെ വിടും തോന്നില്ല. എവിടെ പോയിട്ടും കാര്യമില്ല. എനിക്ക് വരാനുള്ളത് വഴി തങ്ങില്ലെന്ന് കേട്ടിട്ടില്ലേ? കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാം വരുന്നിടത്ത് വെച്ച് നേരിടാം. നേരിടാനോ? അയ്യോ, വെറുതെ പേടിപ്പിക്കാനായിട്ട്. നമുക്ക് ഈ ബെഡ്റൂം ഒന്ന് മാറ്റി പിടിച്ചാലോ അമ്മ? വേറെ ഏതെങ്കിലും റൂമിൽ പോയിരുന്നാലോ? എവിടെയാണെങ്കിലും കണക്കാ. ഇതെന്താ ബൈബിളും ഫോട്ടോയൊക്കെ? ഒരു സേഫ്റ്റിക്ക്. ഇതങ്ങനെ ബൈബിളിലും ഫോട്ടോയിലൊന്നും പേടിക്കുന്ന ഗോസ്റ്റ് അല്ല. സോറി, എന്റെ കൈ തട്ടി ഓഫ് ആയതാ, ഗോസ്റ്റ് അല്ല. ഒന്ന് ഇവിടെ വന്ന് ഇരിക്കമ്മ, വെറുതെ ഞങ്ങളെ പേടിപ്പിക്കാതെ. അതെ, വല്ല കൊന്തയോ ജപിച്ച മാലയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്റെ കാര്യത്തിലൊന്ന് കിട്ടുക, ഞാൻ രക്ഷപ്പെടട്ടെ. മോളിലെ ഹാളിലെ TV സ്റ്റാൻഡിന്റെ അടിയിലുണ്ട്, നീ പോയി എടുത്തോ. മോളിലോ? ഞാനോ ഈ രാത്രി പോയിട്ടെടുക്കാനോ? നടന്നു തന്നെ. ആരെയും മോള് പാട്ടോ? അമ്മ, ഈ പാട്ടാണ് ഞാനന്ന് കേട്ടത്. അയ്യോ, ഒരു കാക്കസ് പ്രേതം എത്തിക്കഴിഞ്ഞു. കളിപ്പാടുന്നുവോ നീ പാടാത്ത നാദത്തിൽ പാടുന്നു ഞാൻ ഇരുളിൻ അതെ, മറയിൽ വിത്തേ കേട്ടുമ്പോ എന്നെ അവസാനം കയറ്റാൻ മതി എന്ന് പറയണേ. തിരിപ്പോ പാവയ്ക്കുള്ളിൽ ജീവനുണ്ടാകുമോ? ഏത് പാവ? നിൻ സ്വപ്നത്തിൽ ഞാൻ നടക്കുമോ? പാട്ടുന്നല്ലോ. കാക്കസ് പോയോ? അങ്ങനെ പോകുന്ന ആളല്ല കാക്കസ്.
പാതിരാ പുഷ്പം കൺകൾ തുറക്കവേ ഒരു കളിപ്പാവതൻ ചിരി കേൾക്കുന്നുവോ നീ പാടാത്ത നാദത്തിൽ പാടുന്നു ഞാൻ ഇരുളിൻ മറയിൽ